നിങ്ങളുടെ സീറോ ലാബ് അഥവാ ബേസിക് കൺസെപ്റ്റ്സിൽ എക്സാമിന് വരില്ല. പക്ഷേ ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ബാക്കിയുള്ള ലാബുകളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ജിയോജിബ്ര എന്താണെന്ന് അതിൽ ടൂൾസിനെ കുറിച്ചിട്ടൊന്ന് അറിഞ്ഞു വെക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന് എങ്ങനെ കിട്ടാൻ, ഇപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെയാണ്, ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ, അതിൻ്റെയൊക്കെ ഇൻപുട്ടുകൾ എന്തൊക്കെയെന്ന് ജസ്റ്റ് പറയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ജിയോജിബ്ര ഇൻ്റർഫേസ് അഥവാ ജിയോജിബ്ര തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതിൽ ഓരോന്ന് എന്താണെന്നുള്ളതൊക്കെ ഇത് മേലുള്ള മെനു ബാർ, ടൂൾ ബാർ, ഞാൻ ജിയോജിബ്ര തുറന്നിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം പിന്നെ അതിൽ ടൂൾ ബാറാണ് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ജിയോജിബ്ര തുറക്കാം. അപ്പോൾ നിങ്ങൾ ജിയോജിബ്ര ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നുണ്ടാവുക. ഇതിപ്പോൾ ഞാൻ വിൻഡോസിലാണ് ചെയ്യുന്നത്, സ്കൂളിൽ ഉബുണ്ടു ആയിരിക്കും. അപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായാലും കുഴപ്പമില്ല, ഒരുപാടൊന്നും വ്യത്യാസമില്ല. ഇത് നിങ്ങൾക്ക് ലാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ജിയോജിബ്ര തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ടൂൾസ്. ഓക്കെ, ഇതിൽ മെനു ബാർ കാണാനില്ല, ഫയൽ ഇതൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അത് വേണ്ട, അതിപ്പോൾ വിൻഡോസ് ആയതുകൊണ്ടാണ്. പിന്നെ നമുക്കറിയാം നിങ്ങൾ എന്ത് ഇതാണ് ഈ ഇൻപുട്ട് ബാർ എന്ന് പറയും, താഴത്തെ. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ബാർ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് വ്യൂ എന്ന് പറയും. അതായത് നമ്മൾ ഇൻപുട്ട് ബാറിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇത് ഇവിടെ കാണാം. ജസ്റ്റ് ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിൻ്റ് ഇവിടെ കാണും. അതേപോലെ ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ കോർഡിനേറ്റ്സ് ആണെങ്കിലും ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. ആൾജിബ്രായിക് വ്യൂ എന്ന് പറയും ഈ ഒരു വൈറ്റ് ഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഈ ടൂൾസിനെ പറ്റി പറയാം. ഇനി ടൂൾസിൽ നിങ്ങളുടെ സ്കൂളിലുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ ചെറിയൊരു ട്രയാങ്കിൾ കാണും. അപ്പോൾ അതിന് ഓക്കെ, ഇതിൻ്റെ ഒന്നും താഴെ ഈ കോർണറിലായിട്ട് ഒരു ട്രയാങ്കിൾ കാണും. അപ്പോൾ ഇവിടെ അത് ഉണ്ടായിരിക്കില്ല, അത് വിൻഡോസ് ആയതുകൊണ്ടാണ്, ആ വ്യത്യാസമൊക്കെ ഉള്ളൂ. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ മൂവ് ടൂൾ മാത്രം മതി. മൂവ് ടൂൾ പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന പോയിൻ്റ് ആണെങ്കിലും ഓരോ ചിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മൂവ് ചെയ്യാനാണ്. പേരുള്ള പോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസ് ആവും. അപ്പോൾ ഈ മൂവ് ടൂൾ മാത്രം മതി നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അടുത്ത രണ്ടാമത്തെ ടൂൾ ബോക്സിന് ഇതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ചെറിയ ട്രയാങ്കിളിൽ പോയാൽ തന്നെ ടൂൾ ബോക്സിൻ്റെ പേര് അവിടെ വരും. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ വരുന്നുണ്ട് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട്, ഏറ്റവും താഴെ കണ്ടില്ലേ പോയിൻ്റ്, സെലക്ട് പൊസിഷൻ ഓർ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് പോയിൻ്റ് ടൂൾ ബോക്സ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ പോയിൻ്റ് ടൂൾ വേണം, പിന്നെ ഇൻ്റർസെക്റ്റ്. ഓക്കെ, അതൊക്കെ എന്തിനാണെന്നുള്ളത് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എക്സ്ട്രീമം. ഈ മൂന്നെണ്ണമാണ് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ലാബുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ, പോയിൻ്റ്, ഇൻ്റർസെക്റ്റ്, അതുപോലെ എക്സ്ട്രീമം. ഇനി അടുത്തത് ലൈൻ ടൂൾ. ഓക്കെ, ഇതാണ് അതിൽ വരുന്നത് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെഗ്മെൻറ്റ്, രണ്ടാമത്തെ ലൈൻ അങ്ങനെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ആ പർട്ടിക്കുലർ ലാബ് വരുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ സെഗ്മെൻറ്റ് ടൂൾ വേണം, പിന്നെ സെഗ്മെൻറ്റ് ടൂൾ മാത്രം മതി കേട്ടോ, ബാക്കിയുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നാലാമത്തെ ടൂൾ ബോക്സ്, ഇതാണ് അത്ര ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ നിങ്ങൾ യൂസ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ, ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എങ്ങനെ ടൂൾ യൂസ് ചെയ്യുന്നുള്ളതൊക്കെ വഴിയേ പറയാം. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നത്, അതുപോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ 10th പഠിച്ചിട്ടുണ്ടാവും, ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനൊക്കെ. അപ്പോൾ ജിയോജിബ്ര യൂസ് ചെയ്ത് സിമ്പിളായിട്ട് വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാം, ആംഗിൾ ബൈസെക്ടർ ഒന്നുമില്ല, പിന്നെ അത്ര മതി. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈനും പെർപെൻഡിക്കുലർ ബൈസെക്ടറും അത് രണ്ടും പറഞ്ഞാൽ മതി. ഇനി അടുത്തത് പോളിഗൺ ടൂൾ നിങ്ങൾ അതിങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇല്ല, യൂസ് ചെയ്യുന്നില്ല. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം പറയാം. അപ്പം അടുത്ത ടൂൾ ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോണിക് സെക്ഷൻ്റെ 2 ലാബ് പഠിച്ചിട്ടുണ്ടാവും, സർക്കിൾ ആൻഡ് പരാബോളയും പിന്നെ എലിപ്സ് ആൻഡ് ഹൈപ്പർബോളയും. അപ്പോൾ അതിലെന്തായാലും വേണം സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻ്റ്, സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്, പിന്നെ മൂന്നാമത്തെ കോമ്പസ് അത് വേണ്ട, സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ് അത് മസ്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അത് 3 മതി. പിന്നെ എലിപ്സ് ആൻഡ് ഹൈപ്പർബോള ഉള്ളതുകൊണ്ട് അടുത്ത ടൂൾ ബോക്സിൽ എലിപ്സ് വേണം, ഹൈപ്പർബോളേൻ്റെയും പരാബോളേൻ്റെ നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ വേണം. ഓക്കെ, അപ്പോൾ ഈ 2 ടൂൾ ബോക്സുകൾ നമുക്ക് വേണ്ടത് എന്താ പറയുക, സർക്കിൾ ആൻഡ് പരാബോള എന്നുള്ള ലാബ് 10 ലാബ് 9 ഒക്കെയാണ് തോന്നുന്നു. ഓക്കെ, എലിപ്സ് അവിടെയാണ് നമുക്ക് ആവശ്യം. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ആംഗിൾ ടൂള് വേണ്ട തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്ലോപ്പ് ടൂള് വേണം. സ്ലോപ്പ് കാണാൻ നമുക്ക് ജസ്റ്റ് അതിൽ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കിട്ടും, അത്രയേ ഉള്ളൂ. ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് ലൈനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് അവിടെ കാണാം, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിലും
ഈ ടൂൾ ബോക്സ് നമുക്ക് അങ്ങനെ യൂസ് ആവുന്നൊന്നുമില്ല റിഫ്ലക്റ്റ് ചെയ്യാൻ. അതിൽ ഇൻവെർട്ടിബിൾ ഫങ്ഷൻസ് എന്ന ലാബ് ഉണ്ടെങ്കിലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, പിന്നെ എല്ലാ ലാബുകളിലും കയറി വരുന്നതാണ് സ്ലൈഡർ ടൂൾ. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനും ലാസ്റ്റത്തെ ടൂൾ ബോക്സ് ഇൻപുട്ട് ബോക്സും ഇത് നിർബന്ധമായിട്ടും അറിയണം. ഇൻപുട്ട് ബോക്സ് യൂസ് ചെയ്യാനും സ്ലൈഡർ ടൂൾ യൂസ് ചെയ്യാനും. ഓക്കെ, അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൂളുകൾ. പിന്നെ ഈ ടൂള് അധികമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഗ്രാഫിക്സ് വ്യൂ ഇതിപ്പോൾ നമ്മൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് മൂവ് ഗ്രാഫിക്സ് വ്യൂ ഇതിങ്ങനെ മൂവ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ സൂം ഇൻ സൂം ഔട്ട് നമുക്ക് എന്തെങ്കിലും സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂമായി വരും. വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ നോർമലി ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ സൂം ഇൻ ചെയ്തല്ലോ, അപ്പോൾ ഞാൻ ഇനി എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂമായി കൊണ്ടേ ഇരിക്കും, കുടുങ്ങിപ്പോയ പോലെ ആയിരിക്കും. അപ്പോൾ അത് ടൂൾ ബോക്സ് ഇത് സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു പരിക്കുമില്ലാത്ത ടൂൾ ബോക്സാണ് ടൂളാണ് മൂവ് ടൂള്. മൂവ് ടൂളിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് സൂമായിട്ടപ്പോൾ കിടക്കുന്നത്. അപ്പോൾ സൂം ഔട്ടിൽ പോയിട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. നമ്മൾ എത്ര തവണ നോർമലി ആക്കി വെച്ചിട്ട് ഇനി മൂവ് ടൂളിലേക്ക് പോയാൽ മതി. ബാക്കി ഏത് ടൂളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയിൻറ്റ് ടൂൾ എടുത്തു നിർത്താം. പോയിൻറ്റ് ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ ഒരു 1 2 ഏകദേശം 1 2 ആവുന്ന രീതിയിലൊരു പോയിൻറ്റ് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, 1 2 എന്ന് പറഞ്ഞ പോയിൻറ്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ വരും. അപ്പോൾ പോയിൻറ്റ് മാർക്ക് ചെയ്യാനുള്ള ടൂളാണ് അത്. പക്ഷേ അത് മാറ്റാതെ നമ്മളിങ്ങനെ എവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും മൂവ് ടൂളിലേക്ക് പോകാം. ഇനി എങ്ങനെയാണ് അടുത്തത്? പിന്നെ നിങ്ങൾ ഇൻ്റർസെക്റ്റ് എന്നുള്ളതൊക്കെ ആ സമയത്ത് പറഞ്ഞു തരാൻ നല്ലത്. ഇപ്പോൾ 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ടൂൾ യൂസ് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൂളിലേക്ക് പോയി കഴിഞ്ഞാൽ താഴെ കണ്ടില്ലേ അവർ എഴുതി കാണിക്കുന്നുണ്ട് സെലക്ട് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്. ഓക്കെ, സെലക്ട് ഇൻ്റർസെക്ഷൻ ഓർ 2 ഒബ്ജക്ട്സ് സക്സസീവ്ലി. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നപ്പോൾ എക്സ് ആക്സും വൈ ആക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണം തരുന്നത്. നമ്മുടെ ഒറിജിൻ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ടൂൾ ബോക്സിൽ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് വൈ ആക്സിസ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യാം. ഈശ്വര വന്നില്ലല്ലോ, കാരണം ഞാനിത് ലൈൻസ് വരച്ചിട്ടില്ല. അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഒബ്ജക്ട്സ് തന്നെ വേണം. അപ്പോൾ അതിന് ഞാൻ വേണമെങ്കിൽ ലൈൻസൊക്കെ വരച്ചിട്ട് മൂന്നാമത്തെ ടൂൾ ബോക്സിലേക്ക് പോവാം. ഇൻ്റർസെക്ഷനും എക്സ്ട്രീമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വരച്ചിട്ടും ലൈൻ വരച്ചിട്ടൊക്കെ വേണം, കർവൊക്കെ വരച്ചിട്ട് വേണം. ഇപ്പോൾ ലൈൻ ടൂളിൽ പോയി കഴിഞ്ഞാൽ സെഗ്മെൻറ്റാണ് മെയിനായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കേണ്ടത്. സെഗ്മെൻറ്റ് വരയ്ക്കാൻ ഒരു പണിയില്ല. എന്താ സെഗ്മെൻറ്റ്? 2 പോയിൻറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ അല്ലേ. അപ്പോൾ 2 പോയിൻറ്റ്സ് ആദ്യം വേണം, നിർബന്ധമില്ല. അപ്പോൾ ബിയും എയും കണക്ട് ചെയ്യുന്നത്, ബിയിൽ ക്ലിക്ക് ചെയ്യുക, എയിൽ ക്ലിക്ക് ചെയ്യുക, സെഗ്മെൻറ്റായി. അല്ല വെറുതെ 2 പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോഴും സെഗ്മെൻറ്റ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സെഗ്മെൻറ്റ് വരയ്ക്കാനുള്ള ടൂളാണ്. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിലും പണിയൊന്നുമില്ല. സെലക്ട് 2 പോയിൻറ്റ്സ് ഓർ പൊസിഷൻസ്, അതും ലൈനും സെഗ്മെൻറ്റ് വ്യത്യാസം ഇപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ എനിക്ക് അറിയും. ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനൈറ്റ് ലെങ്ത് ഉള്ളതാണ്. ഓക്കെ, സെഗ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ണം, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഇൻ്റർസെക്റ്റ് ടൂൾ പറയാം കേട്ടോ. ഇനി പെർപെൻഡിക്കുലർ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക? നിങ്ങളുടെ കയ്യിലൊരു ലൈൻ ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴെ വായിച്ചു നോക്കുക, ബ്ലാക്ക് ഇതിനകത്ത് പെർപെൻഡിക്കുലർ ലൈൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. സെലക്ട് പെർപെൻഡിക്കുലർ ലൈൻ ആൻഡ് പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ലൈന് സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്കതിങ്ങനെ നിങ്ങൾ കഴ്സർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുക. എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും അത്. അപ്പോൾ ആദ്യം ലൈൻ സെലക്ട് ചെയ്യുക, പിന്നെ എവിടെയാണോ വരയ്ക്കേണ്ടത് ആ പോയിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എച്ചിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലൈന് ആദ്യം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എച്ചിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റിൽ പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, അപ്പം എനിക്ക് അതുപോലെ എ ബി എന്ന ലൈനിന് ഒരെണ്ണം വരയ്ക്കണം എന്ന് കരുതുക. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റിന് വരയ്ക്കണം, അത് സെലക്ട് ചെയ്തു. എനിക്കിത് ഇവിടെ വരയ്ക്കണം, അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അവിടെ നിന്നു. അപ്പോൾ ഈ രീതിയിൽ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഇനി അതിൽ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതെന്താ, പെർപെൻഡിക്കുലർ ആയിരിക്കണം, ബൈസെക്റ്റീവും വേണം. അപ്പോൾ എനിക്ക് ഇ എഫ് എന്ന ലൈനുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം എന്ന് കരുതുക. ഏത് ലൈനിനാണോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത്, അപ്പോൾ ഓർമ്മയില്ല എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ താഴെ കാണിക്കുന്നത് സെലക്ട് 2 പോയിൻറ്റ്സ് ഓർ 1 സെഗ്മെൻറ്റ്. നിങ്ങൾക്ക് ഏത് ലൈനിനാണോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല കേട്ടോ, ഓക്കെ വന്നിട്ടുണ്ട്, അത്രയും ചെയ്താൽ മതി. ഇനി അല്ല, വേറൊരു വഴിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇ എഫിന് വരയ്ക്കണം എന്ന് കരുതാം. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചാണ് ഏറ്റവും നല്ലത്. ഇയിൽ ക്ലിക്ക് ചെയ്യുക, എഫിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ വീണ്ടും വരച്ചിരിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനും ഒക്കെ എളുപ്പമാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് ഇതിൽ കാണിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ചെറിയ ട്രയാങ്കിളിൽ ഇങ്ങനെ പോയി കഴ്സർ വെച്ചാൽ അവിടെ എഴുതി കാണിക്കും. ഓക്കെ, ഇനി പോളിഗൺ ടൂൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട. നീ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേണ്ട. ഇനി സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻറ്റ്, അതെങ്ങനെ? ഇതിൽ സർക്കിൾ ടൂളാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. സർക്കിൾ ടൂൾ നിങ്ങൾ എന്തായാലും എക്സാമിന് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സർക്കിളിൻ്റെ ലാബ് മെജോറിറ്റി കുട്ടികൾക്കും വരാറുണ്ട്. ഇനി ഇപ്പോൾ ഞാനിതിൽ കുറേ എണ്ണം വരച്ചിട്ടില്ലേ, അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെ പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ Ctrl+N അടിച്ചു കഴിഞ്ഞാൽ, സോറി ഇതിപ്പോൾ ഞാൻ ഗൂഗിളിൽ ആണ്, ആപ്പിലല്ല ചെയ്യുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ജിയോജിബ്ര ക്ലാസിക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഗൂഗിളിൻ്റെ പുതിയൊരു വിൻഡോ ആണ് വന്നത്. ഇതിൽ നടക്കില്ല. ആപ്പ് ഉണ്ടെങ്കിൽ Ctrl+N അടിച്ചിട്ട് ന്യൂ ഇത് എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലുണ്ടോ, ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയൊരു ഫയൽ എടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തിരഞ്ഞിട്ട് കിട്ടി. എനിക്ക് പുതിയൊരു ഫയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡു യു വാണ്ട് സേവ് യുവർ ചേഞ്ചസ് ചോദിക്കുന്നുണ്ട്. വേണ്ടല്ലോ, വേണ്ട. ഓക്കെ, അപ്പോൾ പുതിയത് കിട്ടി. അപ്പോൾ എനിക്കിനി സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കാൻ 3 രീതിയിൽ വരയ്ക്കാം കേട്ടോ. ആദ്യം സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിൻറ്റ്. ഒരു സർക്കിൾ വരയ്ക്കാൻ 3 രീതിയിൽ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റത്തത്, നിങ്ങളുടെ കയ്യിൽ ഒരു പോയിൻറ്റും ഒരു സെൻറ്റർ ഉണ്ടെന്ന്. അതിപ്പോൾ ഞാൻ ആദ്യം 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പോയിൻറ്റ്, ഇവിടെ ഒരു പോയിൻറ്റ്. നിങ്ങളുടെ ഒരു ടാസ്ക് ഇതാണ്, എ സെൻറ്റർ ആയിരിക്കണം, ബിയിലൂടെ പാസ് ചെയ്യണം. അങ്ങനെ സർക്കിളാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററും ഒരു പാസിംഗ് പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ടൂളാണ് യൂസ് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്നുണ്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്. സെലക്ട് സെൻറ്റർ പോയിൻറ്റ്, ദെൻ പോയിൻ്റ് ഓൺ സർക്കിൾ. ആദ്യം സെൻറ്റർ പോയിൻറ്റ് മാറരുത് കേട്ടോ. ആദ്യം മറ്റേത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും സെൻറ്റർ, 2 സർക്കിൾ മാറും. അപ്പോൾ ആദ്യം സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ സർക്കിൾ ഇങ്ങനെ വലുതായി വരും. പിന്നെ പാസിംഗ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, സർക്കിളായി. ഇത്രയേ ഉള്ളൂ ഇത് വരയ്ക്കാനുള്ള വഴി. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൂള്, സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, എ സെൻറ്റർ ആക്കിയിട്ട് 5 യൂണിറ്റിൽ ഒരു സർക്കിൾ വരയ്ക്കാം. അതായത് സെൻറ്ററും റേഡിയസിൻ്റെ അളവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എഴുതി കാണിക്കും. സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, പിന്നെ ദെൻ എൻ്റർ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അതായത് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ റേഡിയസ് എൻ്റർ ചെയ്യാനൊരു ബോക്സ് വരും. എത്രയായിരുന്നു എന്നുള്ളത് അവിടെ റേഡിയസ് എത്രയാണോ അത് ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക, സർക്കിൾ വരും. ഇതിലാണ് രണ്ടാമത്തെ ടൂള്. ഓക്കെ, ഇനി മൂന്നാമത്തെ കോമ്പസ് അത് വേണ്ട, സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ്. അപ്പോൾ മൂന്നാമത്തെ കേസാണ്, സർക്കിൾ വരയ്ക്കാനുള്ള മൂന്നാമത്തെ കേസാണ്. ഞാനിവിടെ അത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 3 പോയിൻ്റ് വേണം കേട്ടോ. ആദ്യം അതെ, നിങ്ങളുടെ ടാസ്ക് എയിലൂടെയും സിയിലൂടെയും ഡിയിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ വരയ്ക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് യൂസ് ചെയ്യേണ്ട ടൂളാണ് സർക്കിൾ ത്രൂ. ഇതിലല്ലേ സർക്കിൾ ത്രൂ, ഇപ്പോൾ ഓൾറെഡി അതിലാണ് കിടക്കുന്നത്. സർക്കിൾ ത്രൂ 3 പോയിൻറ്റ്സ് ഇതിലാണല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്, സെലക്ട് 3 പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. അതായത് ആദ്യം എ ക്ലിക്ക് ചെയ്യുക, ഇത് ഓർഡർ മാറിയാലും കുഴപ്പമില്ല കേട്ടോ. ഡി ക്ലിക്ക് ചെയ്യുക, അപ്പോൾ പിന്നെ സി ക്ലിക്ക് ചെയ്താൽ സർക്കിളായി. ഓക്കെ, ഈ ഓർഡർ തന്നെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, 3 പോയിൻറ്റ്സാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് സർക്കിൾ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് 3 സർക്കിൾ നിങ്ങൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ടൂളുകൾ എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി എന്തായാലും ലാബ് വരുമ്പോൾ നമുക്ക് പറയാം. പിന്നെ എലിപ്സൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഈ ലാബ് ഉള്ളതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കാൻ വേണം. എലിപ്സ് എന്ന് പറഞ്ഞ ടൂൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കും പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് വായിച്ചിട്ട് തന്നെ, സെലക്ട് 2 ഫോസൈ ദെൻ പോയിൻ്റ് ഓൺ എലിപ്സ്. അപ്പോൾ എലിപ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം 2 ഫോക്കസ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് വേണം. ഇനി എലിപ്സിലൊരു പോയിൻറ്റും വേണം. സർക്കിൾ വരയ്ക്കാൻ സെൻറ്ററും ഒരു പാസിംഗ് പോയിൻറ്റും വേണമെന്നൊക്കെ പറഞ്ഞ പോലെ, അപ്പോൾ നമുക്ക് 2 ഫോക്കസ് ആദ്യം ജസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടെന്ന് കരുതുക. ഇത് രണ്ടുമാണ് ഫോക്കസ് എന്ന് കരുതുക. പിന്നെ എൻ്റെ ഒരു ആവശ്യമാണ് ഇതിലൂടെ പാസ് ചെയ്യും വേണം. അതായത് എയും ബിയും ഫോക്കസ് ആയിട്ടുള്ള സിയിലൂടെ പാസ് ചെയ്യുന്ന എലിപ്സാണ് എനിക്ക് വേണ്ടതെന്ന് കരുതാം. അങ്ങനെ എലിപ്സ് വരയ്ക്കാൻ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം. അവർ പറഞ്ഞു തരുന്നുണ്ട്, സെലക്ട് 2 ഫോസൈ. ആദ്യം ഫോസൈകൾ രണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എലിപ്സ് വരയ്ക്കുക. എലിപ്സ് മൂന്നാമത്തെ പാസിംഗ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, എലിപ്സായി. ഇങ്ങനെ എലിപ്സ് വരയ്ക്കാം. ഇനി അതുപോലെ തന്നെ ഹൈപ്പർബോള വരയ്ക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് 2 ഫോസൈ ദെൻ പോയിൻ്റ് ഓൺ ഹൈപ്പർബോള. ഇതുപോലെ തന്നെ ആദ്യം 2 ഫോസൈൽ ക്ലിക്ക് ചെയ്യുക. ഹൈപ്പർബോള വരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ 2 പോയിൻറ്റ്സും ഫോക്കസുകളാക്കിയിട്ട് ഹൈപ്പർബോള വരയ്ക്കണം എന്ന് കരുതാം.
പാസിംഗ് പോയിൻ്റ് ഏതാണ്? സി. ഓ, വരയ്ക്കാൻ കഴിയില്ല, എലിപ്സേ വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. പാസിംഗ് പോയിൻ്റ് ദേ ഇവിടെ ഒരു പോയിൻ്റാണെന്ന് കരുതാം, അതായിരുന്നു എന്ന് കരുതാം. ജസ്റ്റ് അതിൽ കൊണ്ടേ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ദേ ഇത് രണ്ടും ഫോക്കസുകളാക്കിയിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന പോയിൻ്റ് ഹൈപ്പർബോള വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതുപോലെ തന്നെ പരാബോള. അതെ, പരാബോള വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പോയിൻ്റ് ദെൻ ഡയറക്ട്രിക്സ്. നമുക്കറിയാം പരാബോളയ്ക്കുള്ളത് ഒരു ഫോക്കസും ഒരു ഡയറക്ട്രിക്സുമാണ്. അതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്തു, ഒരു ലൈനും വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ഒരു ലൈന്. ഓക്കെ, ഇത് ഫോക്കസ് ആക്കിയിട്ട് ഈ എന്ന പോയിൻ്റ് ഫോക്കസ് ആക്കിയിട്ട് ഈ ലൈൻ ഡയറക്ട്രിക്സ് ആക്കിയിട്ടൊരു പരാബോള വരയ്ക്കണം എന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? പരാബോള ടൂൾ എടുക്കുന്നു, ജസ്റ്റ് ഫോക്കസ് ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡയറക്ട്രിക്സ് ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ഇടയിലൊരു പരാബോള തെളിഞ്ഞു വരും. ഇതിനാണ് പരാബോള ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൂളുകളൊന്ന് അറിഞ്ഞു വയ്ക്കാം. ഓക്കെ, ആ ലാബ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട്. ഇനി സ്ലോപ്പ് കാണുന്നതാണ് ഈ ടൂൾ ബോക്സ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. ആംഗിള് റയറാണ് തോന്നുന്നു. ഓക്കെ, സ്ലോപ്പാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ സ്ലോപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈൻ വേണമല്ലോ. അതായത് ഞാൻ നേരത്തെ ഓൾറെഡി വരച്ച വെച്ചൊരു ലൈൻ ഉണ്ട് പരാബോള വരയ്ക്കാൻ. അതിൻ്റെ സ്ലോപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ ലൈനിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതെ, 1 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട്ലി 1 ആണോ? അവിടെ റൗണ്ട് ഓഫ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, എന്തായാലും സ്ലോപ്പ് അവിടെ തെളിഞ്ഞ് വരും. ഇനിയല്ല, നിങ്ങൾക്ക് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും വരുമൊക്കെ ചെയ്യട്ടോ. ഓക്കെ, പോട്ടെ. ലെഫ്റ്റിൽ ഏതാണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആൾജിബ്ര അതിൽ ക്ലിക്ക് ചെയ്താലും വരും. പോട്ടെ, നമുക്ക് ഇനി റിഫ്ലക്റ്റ്, എനിക്ക് തോന്നുന്നു ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന ലാബ് ഉണ്ടെങ്കിൽ മാത്രം അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ട. ഇനി സ്ലൈഡറാണ് ഇമ്പോർട്ടൻറ്റ്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നത് വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയുന്നേ വേണം. അത് ഞാൻ ആ ലാബിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ എന്നാലേ തലയിൽ കയറുള്ളൂ. ഓക്കെ, അതുപോലെ ഇൻപുട്ട് ബോക്സും സ്ലൈഡറും ഇൻപുട്ട് ബോക്സും ഇമ്പോർട്ടൻ്റ് ആണ്, വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ടൂൾ ബോക്സുകളുടെ അല്ലെങ്കിൽ ടൂളുകളുടെ കളക്ഷൻ. അതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ ഫസ്റ്റ് ബേസിക്കിൽ പറയാനുള്ളത്, സീറോ ലാബിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്ലൈഡർ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മറക്കണ്ട. സ്ലൈഡറിൽ ഞാൻ ലാബ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇൻപുട്ട് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇൻപുട്ട് ബോക്സും ഉണ്ട് ഇൻപുട്ട് ബാറും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അതിൽ ഇൻപുട്ട് ബോക്സ് എന്താണ് ഇൻപുട്ട് ബാർ എന്താണെന്ന് അറിയാത്തവർക്ക് ആദ്യമേ മനസ്സിലാക്കുക, താഴെയുള്ളതാണ് ഇൻപുട്ട് ബാർ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ഇൻപുട്ട് ബാറിൽ ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻപുട്ട് ബോക്സിൽ ഇത് കൊടുക്കുക എന്ന്. അപ്പോൾ ഇൻപുട്ട് ബോക്സിൽ കൊടുക്കാൻ പറഞ്ഞത് താഴെ കൊണ്ടുവന്ന് കൊടുക്കരുത്, അത് ഇൻപുട്ട് ബാറാണ്. ഓക്കെ, ഇൻപുട്ട് ബോക്സ് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സ്ലൈഡർ പോലെ സ്ലൈഡർ ടൂൾ ബോക്സിൽ കണ്ടില്ലേ, ഇതാണ് ഇൻപുട്ട് ബോക്സ്. അപ്പോൾ ആ ടൂൾ സെലക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അതാണ് ഇൻപുട്ട് ബോക്സ്. രണ്ടും കൂടെ മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ബാറും ഇൻപുട്ട് ബോക്സും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതൊരു കാര്യം അവിടെ പറയാനുള്ളത്. വേറൊന്ന്, ഇൻപുട്ട് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ കിട്ടണമെന്ന് കരുതാം. അതൊക്കെയാണ് മെയിനായിട്ട്. നമുക്കൊരു പവറായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ആണ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ടൈപ്പ് ചെയ്യുക. ഇത് കണ്ടില്ലേ, 6ൻ്റെ മുകളിലുള്ള ആ സിമ്പിളാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കീബോർഡൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത CS കുട്ടികൾക്ക് പിന്നെയും ധാരണ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു കീബോർഡിൽ മുകളിലുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ആൻഡ് ആരോ മാർക്ക് പെർസെൻറ്റേജ് ചെയ്യുന്നത് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതേ കണ്ടില്ലേ, ആ സിമ്പിൾ വരുത്താം. അതാണ് പവറുകൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സ് സ്ക്വയർ എന്നതിന് നമ്മൾ ആ സിമ്പിൾ വെച്ചിട്ട് തന്നെ എക്സ് സ്ക്വയർ ടൈപ്പ് ചെയ്യുക. ഫോക്കസ് പോയി. ശരി, അപ്പോൾ നമുക്ക് സ്ക്വയർ ഫംഗ്ഷൻ വരും. അതുപോലെ ക്യൂബ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ബേസിക് കൺസെപ്റ്റ്സിൽ പറയുന്നത്. പിന്നെ ഇൻപുട്ട് ബോക്സിനെ കുറിച്ചൊക്കെ വഴിയേ പറയാം, എങ്ങനെയാണ് ആനിമേഷൻ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഇതൊക്കെയാണ്. പിന്നെ ഈ ടേബിൾ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ, വൃത്തിയായിട്ട് ബൈ ഹേർട്ട് പഠിക്കുക തന്നെ വേണം. ഇതറിഞ്ഞാലേ നമ്മുടെ ലാബ് ചെയ്യൽ നടക്കുകയുള്ളൂ. എക്സ് എന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻപുട്ട് ബോക്സിൽ എക്സ് എന്ന് കൊടുത്താൽ മതി. എക്സ് സ്ക്വയർ വരയ്ക്കണപ്പോൾ ഞാൻ കാണിച്ചു തന്നു. എക്സ് ആ മേലേക്കുള്ള ആ ഒരു ആരോമാർക്ക് പോലുള്ള ചിഹ്നം, പിന്നെ സ്ക്വയറിൻ്റെ 2, പിന്നെ മോഡ് എക്സ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ABS ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ എക്സ് തന്നെ വേണേ. ABS ഇത് ബൈ ഹേർട്ട് പഠിക്കുക. റൂട്ടിന് ടൈപ്പ് ചെയ്യാൻ SQRT തന്നെ ടൈപ്പ് ചെയ്യുക, സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക, ബോക്സ് ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ എക്സ്. X³ എക്സ് പവർ എല്ലാം തന്നെ. പിന്നെ ബോക്സ് എക്സ് വേണമെന്ന് കരുതുക,
അതായത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷന് ഫ്ലോർ എക്സ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം. പിന്നെ 1/x എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. ഇത് രണ്ട് വ്യത്യാസമില്ലല്ലോ നോക്കുന്നത്. 1 എന്ന് പറയുക /x സിഗ്നം ഫംഗ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ബോക്സ് എക്സും 1/x സിഗ്നം ഫംഗ്ഷനും ഒക്കെ. ഇപ്പം f(x = x² ഉണ്ട്. അത് ഞാൻ ഇത് വേണ്ട, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാനുള്ള ഒരു വഴിയാട്ടോ. അതിൽ കൊണ്ടുപോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഹൈഡ് ആയിക്കോളൂ. ഇൻപുട്ട് ബോക്സ് ഞാൻ ടൂൾ ബോക്സ് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് അത്. പിന്നെ അങ്ങനെ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ ഞാൻ മൂവ് ടൂളിലേക്ക് പോകുന്നുണ്ട്. ശരി, അപ്പോൾ എനിക്ക് 1/x വരയ്ക്കണം എന്ന് കരുതാം. 1/x വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ബാറിൽ പോവുക. 1 ഷിഫ്റ്റിൻ്റെ തൊട്ടിപ്പുറത്തുണ്ടാവും ഈ സിമ്പിൾ ബാറ്. ഓക്കെ, സ്മോൾ ലെറ്റർ എക്സിനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 1/xൻ്റെ ഗ്രാഫ് വരും. എൻ്റർ കൊടുക്കുക, അത് മറക്കണ്ട. ഇതാണ് 1/xൻ്റെ ഗ്രാഫ്. അപ്പോൾ അത് പറഞ്ഞു. ഇനി അടുത്തത് ABS അല്ലെങ്കിൽ മോഡുലസ് ടൈപ്പ് ചെയ്യണം നേരത്തെ. അതിനെന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ABS ബ്രാക്കറ്റിനകത്ത് തന്നെ കൊടുക്കുക എക്സ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മോഡുലസ് ഫംഗ്ഷൻ വരും. ഇനി ഏതാ പറഞ്ഞത്? എൻ്റർ കൊടുക്കുക. അടുത്തത് ഫ്ലോർ ഫംഗ്ഷൻ അല്ലേ, ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ കുറേ പേർക്ക് സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ കാണുന്നത്, അതിന് ഫ്ലോർ എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ തെളിഞ്ഞ് വരും ഫ്ലോർ എക്സ് എന്നുള്ളത്. അല്ല, നിങ്ങൾ മാനുവലായിട്ട് തന്നെ ടൈപ്പ് ചെയ്തോ. ഫ്ലോർ ബ്രാക്കറ്റിൽ എക്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഇനി വേറൊന്ന് ലാസ്റ്റ് പറഞ്ഞത് റൂട്ട് ഫംഗ്ഷൻ SQRT ടൈപ്പ് ചെയ്താൽ മതി. ഇതിൽ തന്നെ വേറൊരു വ്യത്യാസമുള്ളത് സീലിംഗ് ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഫ്ലോർ ഫംഗ്ഷനും സീലിംഗ് ഫംഗ്ഷനും എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. ഓക്കെ, സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 2.19ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. തൊട്ട് മുന്നേ വരുന്ന ഇൻറ്റിജർ 2.19ൻ്റെ മുന്നേ വരുന്ന 2. ഇനി സീലിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സീലിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.19 കഴിഞ്ഞിട്ടുള്ള ഇൻറ്റിജർ. ഇത്രയേ ഉള്ളൂ, നേരെ ഓപ്പോസിറ്റ് മീനിങ്. 2.19ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ വാല്യൂ അല്ലെങ്കിൽ ഫ്ലോർ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 2. സീലിംഗ് മുകളിലുള്ള വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ 3. അത് കഴിഞ്ഞിട്ട് വരുന്നത്. ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എന്താ ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. സീലിംഗ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ടേബിളിലില്ല, പക്ഷേ നിങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, മാനുവൽ തന്നെ പറയുന്നുണ്ട്. കുറച്ചാണ്ട് കഴിഞ്ഞിട്ട് സീലെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കൊടുത്താൽ അതെ 2 ഗ്രാഫും ഉണ്ട്. ഓക്കെ, റെഡ് കളറിലുള്ളത് ഫ്ലോർ ഫംഗ്ഷനും മറ്റേത് സീലിംഗ് ഫംഗ്ഷനും. അപ്പോൾ ഞാൻ റെഡ് ഒന്ന് ഹൈഡ് ചെയ്യാം. കണ്ടോ, ചെറിയൊരു പൊസിഷൻ മാറ്റമേ ഉള്ളൂ. അപ്പോൾ സീലിംഗ് ഫംഗ്ഷനും ഫ്ലോർ ഫംഗ്ഷനും മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ബേസിക് കൺസെപ്റ്റ്സിൽ വരുന്നത്. പിന്നെ ഡൊമൈൻ റേഞ്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡൊമൈൻ റേഞ്ചൊക്കെ കാണുന്നതൊക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് ചെയ്യണതൊക്കെ ഈ കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്ലൈഡറും ഇൻപുട്ട് ബോക്സും ഞാൻ പറയാം, ഓരോ ലാബ് ചെയ്യുമ്പോഴും പറയാം. ഇമ്പോർട്ടൻ്റ് ആണ് സ്ലൈഡറും ഇൻപുട്ട് ബോക്സും. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ലാബ് 1 നോക്കി നോക്കാം. സിമ്പിളായിട്ടുള്ള ലാബാണ്.